ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? ബാത്റൂം വരെയൊക്കെ പോണ്ടേ? വയ്യ. ഇല്ല, ചെയ്യില്ല. ബാത്റൂമിൽ ജോലി ചെയ്യില്ല. എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. ശിശുപരിപാലനം മാത്രമാണ് എന്റെ ജോലി. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിക്കാമേട്ടോ. തിന്നിട്ട് ഒക്കെ ചെയ്ത് കുടിച്ചുകൂടെ ഒരു പണിയെടുക്കാതെ ജീവിച്ചോ. എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാരും ജോലി ചെയ്യുന്നുണ്ട്, നീ മാത്രമേ ചെയ്യാത്തുള്ളൂ. നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? പണിയെടുക്കാൻ വേണ്ടാണ്ട് തിന്നും കുടിച്ചിരിക്കാ വെറുതെ. ഇട്ടുപോടേ. എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഔദാര്യത്തിൽ കഴിക്കുന്നവർ എത്ര പേര് വീട്ടിലുണ്ട്? ആരുമില്ല. ഇവിടെ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോമേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. ഇപ്പള് കണ്ടല്ലേ പാസിയ കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് ഭാഷ? കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ സൗണ്ടിൽ ഒരു വശപ്പ് ഫീൽ ചെയ്യുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ പറയുന്നവൾ നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.